നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ജർമ്മനിയിൽ ഉന്നത പഠനത്തിനെത്തിയ മാവേലിക്കര സ്വദേശിനിയായ മലയാളി വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഫ്രാങ്ക്ഫർട്ടിലെ അപ്പാർട്ട്മെന്റിലാണ് ഈ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാവേലിക്കര പുന്നമൂട് അനിലാഭവൻ കാഞ്ഞൂർ കിഴക്കേതിൽ അച്ഛൻ കുഞ്ഞിന്റെ ഏകമകൾ അനിലയാണ് താമസിക്കുന്ന മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് ആരോപണം. മരണകാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല. മൃതദേഹം ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലേ മരണകാരണം വെളിവാവുകയുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ. ഈ മാസം 7-ന് രാത്രിയിലാണ് അനില വീട്ടുകാരുമായി അവസാനമായി ഫോണിൽ ബന്ധപ്പെട്ടത്. എന്നാൽ 8-ന് രാത്രി അനിലയുടെ പിതാവ് അനിലയുമായി ഫോണിൽ ബന്ധപ്പെടാൻ പലതവണ ശ്രമിച്ചെങ്കിലും നടന്നിരുന്നില്ല. അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ആരോ ആണ് ഇക്കാര്യം വീട്ടുകാരെ അറിയിച്ചതെന്നാണ് അറിയുന്നത്. തിങ്കളാഴ്ച വൈകുന്നേരം മുതൽ ജർമ്മനിയിൽ ഈ വാർത്ത പരന്നിരുന്നു. അനിലയുടെ ഫോട്ടോ വാട്സ്ആപ്പ് മുഖേന പലരും അയച്ച് അന്വേഷണം നടത്തിയിരുന്നു. അനിലയുടെ മരണത്തിൽ ഇവിടെയുള്ള സുഹൃത്തുക്കളും നാട്ടിലെ ബന്ധുക്കളും ആകെ അമ്പരപ്പിലും ഞെട്ടലിലും തന്നെയാണ്. ജർമ്മനിയിലെ പോലീസ് നടപടികൾ പൂർത്തിയാക്കാൻ കാലതാമസം ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 27-കാരിയായ അനില ഫ്രാങ്ക്ഫർട്ട് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈഡ് സയൻസിൽ മാസ്റ്റർ ബിരുദ വിദ്യാർത്ഥിയാണ്. കുസാറ്റിൽ ജോലി ചെയ്യവേ 2017-ലാണ് അനില മാസ്റ്റർ പഠനത്തിനായി ജർമ്മനിയിൽ എത്തുന്നത്. നേരത്തെ ചിക്കാഗോയിൽ 19-കാരിയായ ഇന്ത്യൻ അമേരിക്കൻ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയും കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയും ചെയ്ത വാർത്ത ഏറെ ഞെട്ടലോടെയായിരുന്നു പ്രവാസികൾ കേട്ടത്. ഇതിന് പിന്നാലെയാണ് ഇത്തരമൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഹൈദരാബാദ് സ്വദേശിനിയും ഇൽനിയോസ് സർവകലാശാലയിലെ ഓണേഴ്സ് വിദ്യാർത്ഥിനിയുമായ റുത്ത് ജോർജ് ആണ് മരിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച ക്യാമ്പസ് ഗാരേജിലെ ഒരു കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനത്തിന്റെ പിൻസീറ്റിലാണ് ഈ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ചിക്കാഗോ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഡൊണാൾഡ് തുർമാൻ എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാൾക്ക് സർവകലാശാലയുമായി ബന്ധമില്ലെന്നാണ് വിവരം. ജോർജിനെ കൊലപ്പെടുത്തിയതിന് ഫസ്റ്റ് ഡിഗ്രി കൊലപാതകം, ലൈംഗിക പീഡനം എന്നീ കുറ്റങ്ങൾ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. കഴുത്തു ഞെരിച്ചാണ് അക്രമകാരി റൂത്ത് ജോർജിനെ കൊലപ്പെടുത്തിയത്. കൈനസിയോളജി 2ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നു റൂത്ത് ജോർജ് എന്ന് സർവകലാശാല അധികൃതർ അറിയിച്ചു. യൂണിവേഴ്സിറ്റിയിലെ CCTV ക്യാമറകളിൽ നിന്ന് കുറ്റവാളിയുടേതെന്ന് സൂചിപ്പിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെടുക്കുകയായിരുന്നു. തുടർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.